അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ പാർട്ട് 2. ശരിക്കും പറഞ്ഞാൽ ഇത് ശബരിമല എയർപോർട്ട് എന്നല്ലേ പറയുന്നത്? ശബരിമല എന്നൊക്കെ പറയാം. ശബരിമല എയർപോർട്ടാണ്. ശബരിമല പ്രാധാന്യം കൊടുത്തിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. രാത്രി പോയാൽ ഇതിലേക്ക് രസമായിരിക്കും. ഇതൊക്കെ ലൈനുകളായിരിക്കും താമസക്കാരൊക്കെ ഉള്ള. ഇതിലെ വണ്ടി കയറി നമ്മുടെ കാറ് പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാറില്ല. റോഡൊക്കെ ഉള്ളത് അത് അങ്ങോട്ട് കിടക്കുന്നുള്ളൂ, അങ്ങോട്ട് ഇറങ്ങി പോകാൻ നടന്നു പോകാൻ പറ്റും. നമുക്ക് നടന്നു പോകേ. ഇല്ല അതല്ല. സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജോജി എന്ന് പറഞ്ഞ് ഭഗത് ഫാസിൽ സിനിമ. അതവിടെ വലിയ അല്ലല്ല അപകടമൊന്നുമില്ല. അല്ലെങ്കിൽ റൈറ്റ് തിരിഞ്ഞാൽ മതി. ടെസ്റ്റിനകത്തോട് തന്നെ റൈറ്റ് തിരിഞ്ഞാൽ ഈ വഴിയാണ്. എനിക്ക് കാണാതെ കാണത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ലിജോയും കൂടെ അല്ലേ വന്നു. ഇവിടെ കണ്ട എനിക്കറിയാലോ, കാണാതെ ഇത് വെച്ചൂർ പശു ആണോ? അല്ല, ഇത് വെച്ചൂർ പശു അല്ലേ? ചെറിയ പശു ആന്ന് ഇവിടെ കിട്ടത്തുള്ളത്. റോഡ് അങ്ങ് തകർന്ന് കിടക്കും കേട്ടോ. ഷേക്കാവുന്നുണ്ടോ? കണ്ണി വെട്ടുന്നുണ്ടല്ലേ? കൈയാണോ ഇതിനകത്ത്? ഇത് പറിച്ചു കളഞ്ഞാൽ ഇത് വരും കേട്ടോ. ഈ ചാർജ് മറ്റേ വഴി പോകുന്നത്. ഇതാണ് വഴി. ചേട്ടാ ഈ ജോജി എന്ന് പറഞ്ഞ ആ വീട് വേണേ കാണാൻ പുറത്തു. നമുക്ക് അവിടെ പോക്കണ്ടല്ലോ. കുറച്ച് മൈൻഡൊക്കെ വേണ്ടായോ? ഇതൊരു സാറാണ് ഇത് വന്ന് ഷൂട്ട് ചെയ്തപ്പോ. ഇത് എത്ര വർഷം പഴക്കമുള്ള റബ്ബറാ സുമി? അതായിരിക്കും. 4 വർഷം മറ്റേ ആവണോ അല്ലേ? കൈതയുണ്ട്, 3 കൊല്ലം കൈതയ്ക്ക് കൊടുത്തു. പിന്നെ ഒരു കൊല്ലം അതിനകത്ത് കൈത വയ്ക്കുന്നു. അതാ പറഞ്ഞ 3 കൊല്ലം കൈതയ്ക്ക്. അത് കഴിയുമ്പോൾ 1 കൊല്ലം കൂടെ പ്രായമായിക്കണം. അത്രേ ഉള്ളൂ. ഉച്ചയായപ്പോ കണ്ടവരെല്ലാം ഇതിലേ പോയ നല്ല റോഡാ. എന്താ നോക്കിക്കേ, അപ്പുറത്തൂടെ പോകുമ്പോ കേട്ടോ അവനെ കൊള്ളാം. ഇതിനെയൊന്നും ഇതൊക്കെ അഴിച്ചിട്ട് വളർത്തുന്നത് വീട്ടിൽ പോലും പോകുന്നു. ആരും അതിനെ കറക്കാൻ നല്ല വൃത്തിയുള്ള പശു. നമുക്കൊരു തോട് കാണാം. നല്ല രസമുണ്ട്. പശുവൊക്കെ ഒരുപാട് ദൂരമല്ലേ നിങ്ങൾ? കുഞ്ഞു തോടല്ലേ, വലിയ തോടല്ലല്ലോ. ആ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇറങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് വരെ ബൈ.